ഹായ് ഓൾ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതൊരു മുൻവർഷത്തെ ചോദിച്ച ക്വസ്റ്റ്യനാണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ ടു 6, എക്സ് മൈനസ് വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് 2x പ്ലസ് വൈ മൈനസ് സെറ്റ് ഇസ് ഈക്വൽ ടു 1. ആദ്യം നമ്മൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് കിട്ടുമ്പം ആദ്യം ഇതിന് മനസ്സിലാക്കേണ്ടത് ഗോസ് എലിമിനേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഗോസ് എലിമിനേഷൻ ആ ഒരു ടേം ഒന്ന് മനസ്സിലാക്കുക. ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം ആദ്യം നമുക്കിവിടെ വേണ്ട കാര്യമാണ് ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ്. ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എന്താണ് ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എന്ന് ചോദിച്ചാൽ, നമുക്കാദ്യം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് 3 ഇക്വേഷൻസിനെയും നമുക്കൊരു ഫോർമാറ്റിലേക്ക് മാറ്റാം. അതായത് ഫസ്റ്റത്തതിൻ്റെ കോയിഫിഷ്യൻസ്, ആദ്യം ഇവിടുത്തെ കോയിഫിഷ്യൻസ് എഴുതാം. എക്സ് വൈ സെറ്റ് ഇതിൻ്റെ 3ൻ്റെയും കോയിഫിഷ്യൻസ് നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ ആണെങ്കിൽ 1 1 1, രണ്ടാമത്തതാണെങ്കിൽ 1 മൈനസ് 1 1, അതേപോലെ മൂന്നാമത്തതാണെങ്കിൽ 2 1 മൈനസ് 1. ഇതാണ് എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും കോയിഫിഷ്യൻസ്. ഇൻറ്റു ഇവിടുത്തെ എക്സ് കോയിഫിഷ്യൻ വൈ കോയിഫിഷ്യൻ സെറ്റ്. സോ എക്സ് വൈ ഇസെറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 6 1 6 2 1 എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. കിട്ടിയല്ലോ. അപ്പോൾ ഇതിപ്പം നമുക്ക് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി. ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഉള്ളത്? എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത്. എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോം. ഇനി ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ്. സോ ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എ ബി നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്ന മെട്രിക്സ് 1 1 1 1 മൈനസ് 1 1, അതേപോലെ 2 1 മൈനസ് 1. ഇത് എ ആയി. ഇതേപോലെ ബിയും കൂടെ എഴുതുക. 6 2 1. ഇതാണ് നമുക്കിവിടെ കിട്ടിയ ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ്. അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ട കാര്യം ഓഗ്യുമെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫോർമേഷനാണ്. ഇനി നമുക്ക് നോക്കണം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓഗ്യുമെൻറ്റഡ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും 1 ആയിട്ട് കീപ്പ് ചെയ്യണം. ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എന്താണ്? 1 ആണ്. ഫസ്റ്റ് റോ ഇതാണ് റോ 1, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. നമുക്കറിയാം കോളത്തിൽ ഗോസ് എലിമിനേഷന് പ്രാധാന്യമില്ല, നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് കോളത്തിലേക്ക് പോകണ്ട. അപ്പോൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. അവിടെ നമുക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും ഫസ്റ്റ് എലമെൻറ്റിനെ 0 ആക്കണം. സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും ഫസ്റ്റ് എലമെൻറ്റ്. ഇപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, അതിന് നമുക്ക് 0 ആക്കണം. തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 2 ആണ്, അതും നമുക്ക് 0 ആക്കണം. അങ്ങനെ 0 ആക്കണമെങ്കിൽ ഇവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ 1 ഇവിടെയും 1. അപ്പം ഈ എലമെൻറ്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? R2 ഗിവ്സ് R2 മൈനസ് R1 അല്ലേ? R2ന് R1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എന്തായി മാറും? 0 ആയിട്ട് മാറും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ റോ അതേപോലെ തന്നെ 1 1 1 6, വ്യത്യാസമില്ല.
അടുത്ത് നോക്കിക്കോളൂ. R2 gives R2 minus R1. 1 minus 1 0, minus 1 minus 1 minus 2, 1 minus 1 again 0, 2 minus 6 minus 4 എന്ന് കിട്ടും. ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്യണം? R3 തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും 0 ആകണം. സോ R3 gives R3 minus 2R1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അവിടെ എന്താവും നോക്കൂ. R3 എന്ന് പറയുന്നത് തേർഡ് റോ ആണ്. 2 മൈനസ് 2 ഇൻറ്റു R1 ഫസ്റ്റ്. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അടുത്തത് 1 മൈനസ് 2 ഇൻറ്റു R1. 1 മൈനസ് 2 ഇൻറ്റു R1 ഇവിടെ എത്രയാണ് വരുന്നത്? 1 ആണ്. അടുത്തത് -1 മൈനസ് ഒന്നുകൂടി പറയാം. R3 gives R3 മൈനസ് 2R1 ആണ്. R3 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. 2 മൈനസ് 2 ഇൻറ്റു R1 ചെയ്തു. സോ ആൻസർ 0 കിട്ടി. 1 മൈനസ് 2 ഇൻറ്റു R1. സോ -1 എന്ന് കിട്ടി. അടുത്തത് -1 മൈനസ് 2 -3 എന്ന് കിട്ടി. ആൻഡ് 1 മൈനസ് 12 അല്ലേ? എത്ര വരും? -13 എന്ന് വരും. 1 മൈനസ് 13 അല്ല, -11 സോറി, -11 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തും. ശരിയല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 2 മൈനസ് 2 ഇൻറ്റു R1 ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. സോ 0. 1 മൈനസ് 2 -1 കിട്ടി. -1 -2 -3 കിട്ടി. 1 മൈനസ് 2 ഇൻറ്റു 6 12 ആണ്. 1 മൈനസ് 12 -11 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പറയുന്ന R2 എന്ന് പറയുന്നതിൽ എല്ലാം 2ൻ്റെ ഫാക്ടേഴ്സാണ്. നമുക്കിവിടെ എല്ലാം മൈനസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ ഈ R2 എന്ന് പറയുന്ന റോയെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ R2 ഗിവ്സ് R2 ബൈ -2. അപ്പോൾ ഈ റോ എന്താവും? കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 1 1 6 0 -2 ബൈ -2 1 0 2. അതേപോലെ 0 -1 -3 -11 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി എന്തെങ്കിലും സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ടോ? ഇനി ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആക്കാൻ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ? ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ, ഇനി ഏതെങ്കിലും സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുമോ? അതാണ് നമ്മളിനി നോക്കേണ്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് R3യിലും ഒരു മാറ്റം വരുത്താം. R3യിൽ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ -1ഉം 1ഉം. അപ്പം വേണമെങ്കിൽ എങ്ങനെ എഴുതാം? R3 ഗിവ്സ് R3 പ്ലസ് R2 എന്ന് നമുക്ക് എഴുതാം. R3 ഗിവ്സ് R3 പ്ലസ് R2 എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ റോയിൽ ഒരു വ്യത്യാസവും 1 1 1 6, കാര്യമായൊരു ചേഞ്ചും ഇല്ല. രണ്ടാമത്തെ റോയും നമ്മൾ മാക്സിമം സിംപ്ലിഫൈഡ് ആക്കി 0 1 0 2 എന്നാക്കി. അടുത്ത റോ ശ്രദ്ധിച്ചോളൂ. R3 ഗിവ്സ് R3 പ്ലസ് R2, അതായത് ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോവുക. 0 പ്ലസ് 0 0, 1 പ്ലസ് -1 again 0, 0 പ്ലസ് -3 -3, -11 പ്ലസ് 2 -9 എന്ന് നമ്മളോട് എഴുതി വെച്ചു. ശരിയല്ലേ? ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. ഇത് 3യിലെല്ലാം കോമൺ ആയി കിടക്കുന്നതാണ് അല്ലേ? ഈ എലമെൻറ്റുകളെല്ലാം കോമൺ ആയിട്ട് നിൽക്കുന്നതാണ്.
അത് വേണമെങ്കിൽ നമുക്കിതിനെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കുറച്ചുകൂടി ഒരു പോസിറ്റീവായ രീതി കിട്ടും. അത് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് കാര്യമായ ഓപ്പറേഷൻസ് ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6. അടുത്ത നോക്കിയേ, ഇവിടെ എക്സ് ഇല്ല, വൈ ഇസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് കിട്ടുക. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6. എക്സിൻ്റെ പൊസിഷൻ 0 ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതേ ഇവരോട് നോക്കൂ, -3 സെഡ് ഇസ് ഈക്വൽ ടു -9. അപ്പം സെഡിൻ്റെ വാല്യൂ എന്താ വരിക? 3 എന്ന് കിട്ടി അല്ലേ? അപ്പം വൈയും കിട്ടി, സെഡും കിട്ടി. ആ രണ്ട് വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്താ വരിക? 5 എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലേ? 3 + 2 5. 6 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് 1 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഇസ് ഈക്വൽ ടു 3 ആണോ? ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ. എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഇസ് ഈക്വൽ ടു 3 ഈസ് അവർ ആൻസർ. അപ്പോൾ ഇതാണ് നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് AX = B എന്ന് പറയുന്ന ഫോമാറ്റിലേക്ക് അതിനെ മാറ്റി കൊണ്ടുവരാം. അതിനുശേഷം ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് ചെയ്യാം. ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എഴുതിയതിന് ശേഷം ആദ്യം നോക്കുക, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കുക, സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും ഫസ്റ്റ് എലമെൻറ്റുകൾ 0 ആക്കിയിട്ട് മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും സ്യൂട്ടബിളായ ഫോമിലേക്ക് വേണം കൊണ്ടുവരാൻ. അവിടെ റോസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കോളംസിൻ്റെ ഒരു ഓപ്പറേഷൻ എവിടെ ഇല്ല? ഗോസ് എലിമിനേഷനിൽ ഇല്ല എന്നുകൂടെ മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് കൊണ്ടുവന്നു. സോ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ എക്സ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 ഈസ് അവർ ആൻസർ. ഇതൊരു PYQ ആണ്. മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഇത്തവണ പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ച് ഉറപ്പിക്കുക. അപ്പം പ്രോബ്ലം എല്ലാവർക്കും ക്ലിയറായി തന്നെ വിചാരിക്കുന്നു. അപ്പം ഇത്തരം ചെറിയ ചെറിയ ഷോർട്ട് ലെക്ചേഴ്സ് ആയിരിക്കും നമുക്ക് ഈ ചാനലിലൂടെ ഉണ്ടാവുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും മറ്റൊരു ലെക്ചേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ആൻഡ് ബൈ.